ഹായ് ഓൾ. അപ്പോൾ നമ്മൾ എസ്ത്രയ്ക്കകത്തിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസസിനെ പറ്റിയിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡും എക്സ്പ്രസ് വൺ സോണും പോലെയുള്ള സ്റ്റോറേജ് ക്ലാസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഇൻഫ്രീക്വൻറ്റ് ആക്സസ് സ്റ്റോറേജ് ക്ലാസും വൺ സോൺ ഇൻഫ്രീക്വൻറ്റ് ആക്സസ് സ്റ്റോറേജ് ക്ലാസ്സിനെയും തമ്മിലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എല്ലാ ഡാറ്റയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെങ്കിൽ ചില ഡാറ്റകളെല്ലാം നമ്മൾ ആക്സസ് ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? നമ്മളിപ്പം നമ്മളിത് സ്റ്റോറേജ് ക്ലാസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്നതിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ്, ആ ഡിഫറൻസുകളനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റേനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പം ആ കാറ്റഗറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓരോരോ ഡാറ്റയ്ക്കും ആവശ്യമുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തിട്ടാണ് AWS അത് എല്ലാ സ്ഥലത്തും പറയുന്നത്. അതായത് കോസ്റ്റും പെർഫോമൻസും തമ്മിൽ ബാലൻസ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം നമുക്ക് പെർഫോമൻസ് കൂടുതൽ വേണ്ടി വരുന്ന സമയത്ത് കോസ്റ്റും കൂടി വേണ്ടി വരും. അപ്പോൾ പെർഫോമൻസ് കുറവാണെങ്കിൽ നമുക്ക് കോസ്റ്റും കുറച്ചെടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ബേസ് ഐഡിയ എന്ന് പറയുന്നത്, സ്റ്റോറേജ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് പെർഫോമൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതിനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ക്ലാസ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ആക്സസ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രിപ്പുകളുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി നമ്മളുടെ ട്രിപ്പ് ഫോട്ടോസ്, അതായത് ഏപ്രിലിൽ ഇരിക്കുന്ന ട്രിപ്പ് ഫോട്ടോസ്, അതായത് ഈ മാസം ഇരിക്കുന്ന ട്രിപ്പിൻ്റെ ഫോട്ടോസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഷെയർ ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു മാസത്തിൽ തന്നെ 4 5 തവണയൊക്കെ അതിനെ ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെയാണ് വേറെ ഡാറ്റ എന്ന് പറയുന്നത്, റെയർലി ആക്സസ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ 2024 ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിൽ അത് നമ്മൾ വളരെ റെയർ ആയിട്ടായിരിക്കും അത് ആക്സസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് കളയത്തില്ല, എല്ലാ ഡാറ്റയും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ട്രിപ്പിൻ്റെ 2024 ഇരിക്കുന്ന ട്രിപ്പിൻ്റെ ഫോട്ടോയൊന്നും നമ്മൾ കളയത്തൊന്നുമില്ല, നമ്മളത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ആക്സസ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ രണ്ട് ഡാറ്റകളെയാണ് നമ്മൾ നോർമലി ഈ ടേം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ ഹോട്ട് ഡാറ്റ എന്നും, റെയർലി ആക്സസ് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ കോൾഡ് ഡാറ്റ എന്നും പറഞ്ഞിട്ട് ആണ് നമ്മൾ, അല്ലെങ്കിൽ വാം ഡാറ്റ, കോൾഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ എടുക്കാറുള്ളത്. അപ്പം ഈ രണ്ട് ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും, ഫ്രീക്വൻ്റ് ആക്സസ് ചെയ്യുന്ന ഡാറ്റ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ക്ലാസ്സസ്, അതായത് സ്റ്റാൻഡേർഡും എക്സ്പ്രസ് വൺ സോണും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. റെയർലി ആക്സസ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ക്ലാസ്സുകൾ നമ്മളിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. എല്ലാ കൈൻഡ് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ടും ഉള്ള സ്റ്റോറേജ് ക്ലാസ്സസ് S3 ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ബേസിക്കലി S3 നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ഡാറ്റ കാണാൻ പറ്റും. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലാതെയും റെയർലി ആക്സസ് ചെയ്യുന്നതിൻ്റെയും ഇടയിലായിട്ട് ഒരു ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റ, അതായത് ഇടയ്ക്കൊക്കെ മാത്രം, അതായത് നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ചിലപ്പം ഒരിക്കൽ മാത്രമൊക്കെ യൂസ് ചെയ്യുന്ന ഡാറ്റ. AWSും അതിനെ അങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഫ്രീക്വൻ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമൊക്കെ എടുക്കുന്ന ഡാറ്റേനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രീക്വൻ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് AWSും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ മാസം യൂസ് ചെയ്തിരിക്കുന്ന ഫോട്ടോസൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ഈ മാസം ഒരു തവണയെല്ലാം ചിലപ്പോൾ നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ആക്സസ് ചെയ്യുമ്പം അത് നമ്മൾ നല്ലൊരു പെർഫോമൻസ് ആവശ്യമുള്ള സാധനം തന്നെയാണ്. കാരണം നമ്മളത് ആക്റ്റീവായിട്ട് ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിരിക്കും. അപ്പോൾ നമുക്കതിന് നല്ല പെർഫോമൻസും കിട്ടേണ്ട കാര്യമുണ്ട്. പക്ഷെങ്കിൽ അത് വളരെ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഫ്രീക്വൻ്റ് ചെയ്ത് ആക്സസ് ചെയ്യുന്നതിനെക്കാളും കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ഡാറ്റ, കൈൻഡ് ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് AWS പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് AWS പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് സ്റ്റോറേജ് ക്ലാസ്സസ് ആണ് സ്റ്റാൻഡേർഡ് ഇൻഫ്രീക്വൻ്റ് സ്റ്റോറേജ് ക്ലാസ്സും വൺ സോൺ ഇൻഫ്രീക്വൻ്റ് ആക്സസ് സ്റ്റോറേജ് ക്ലാസ്സും. അതായത് സ്റ്റാൻഡേർഡ് IA എന്നും വൺ സോൺ IA എന്നും നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ ഡിഫറൻസ് ആണ് സ്റ്റാൻഡേർഡ് IAക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോക്കിപ്പോവാം. ഓക്കെ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ AWS ഇൻറ്റേർണലി നമ്മളെ ലാപ്ടോപ്പിലൊക്കെ എടുത്തു വെക്കുന്നത് പോലെ ഒരു ഹാർഡ് ഡിസ്കിലായിരിക്കും എടുത്തു വെക്കുന്നത് അല്ലേ? അപ്പം അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് അവർ S3ക്കകത്തിരിക്കുന്ന ഡ്യൂറബിലിറ്റിയും അവൈലബിലിറ്റിയും അതുപോലെയുള്ള ഫീച്ചേഴ്സ്
ഇതാക്കുന്നത്. അപ്പം അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പം ആ പറഞ്ഞിരിക്കുന്ന ഹാർഡ്വെയറും കാര്യങ്ങളും എല്ലാം ഈ 2 പേർക്കും സെയിം ആണ് ബേസിക്കലി. സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് IAക്കകത്ത് ഒരു സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് സെയിം കൈൻഡ് ഓഫ് ഹാർഡ്വെയറിലും സെയിം കൈൻഡ് ഓഫ് ഇൻഫ്രയിലും കൂടി ആയിരിക്കും അത് പോകുന്നത്. ഓക്കെ, സെയിം ആണ് ബേസിക്കലി, രണ്ടും സെയിം ആണെന്നുള്ളതാണ് AWS പറഞ്ഞു വരുന്നത്. അതായത് വേറെ സ്റ്റോറേജ് ക്ലാസ്സുകൾക്ക് അത് സെയിം ആവണം എന്നില്ലേ. അത് നമ്മൾ വേറെ സ്റ്റോറേജ് ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡിൻ്റെയും സ്റ്റാൻഡേർഡ് IAയുടെയും കേസിൽ അത് സെയിം ആയിട്ടിരിക്കുന്ന ഹാർഡ്വെയറും കാര്യങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരേ ഒരു ഹാർഡ്വെയർ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡിലും സ്റ്റാൻഡേർഡ് IAയിലും ഇരിക്കുന്ന ഒബ്ജക്റ്റുകളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മില്ലി സെക്കൻഡിൽ ഇരിക്കുന്ന പെർഫോമൻസ് കിട്ടും. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ സ്റ്റാൻഡേർഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് IAയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് സിമിലർ കൈൻഡ് ഓഫ് പെർഫോമൻസ് കിട്ടും. അതായത് സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന ആ പെർഫോമൻസ് ഉണ്ടല്ലോ അല്ലേ, മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ഡിജിറ്റ് മില്ലി സെക്കൻഡ് അല്ല, മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന പെർഫോമൻസ് അത് തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് IAയ്ക്കും കിട്ടും. സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഡ്യൂറബിലിറ്റിയും അവൈലബിലിറ്റിയും തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് IAയ്ക്കും കിട്ടും. അവൈലബിലിറ്റിയുടെ കേസിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ആ പോയിന്റിലോട്ട് വരാം. ഡ്യൂറബിലിറ്റി നമ്മളുടെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന 11.9 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വാല്യൂ തന്നെയാണ്. അവൈലബിലിറ്റിയുടെ കേസിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ അവൈലബിലിറ്റി തന്നെ കിട്ടുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇനിയിപ്പം എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇതൊക്കെയാണ് ഇവരുടെ സെയിം എന്ന് പറയുന്നത്. ഒരേ ഇൻഫ്രയിൽ തന്നെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ഇനി ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെക്കുന്നതിൻ്റെ ഏകദേശം പകുതി കാശ് കൊടുത്താൽ മതി നമുക്ക് സ്റ്റാൻഡേർഡ് IAക്കകത്ത് ഒരു സാധനം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായിരിക്കും മോസ്റ്റ് കൺഫ്യൂസിങ് പാർട്ട്. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം സെയിം ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും AWSന് ഇങ്ങനെ ലോ ആയിട്ടിരിക്കുന്ന ഒരു പ്രൈസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതായത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് നഷ്ടമാണല്ലോ അല്ലേ. അതായത് സെയിം കൈൻഡ് ഓഫ് പെർഫോമൻസ് ഇരിക്കുന്ന ഹാർഡ്വെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, എന്നാലേ സെയിം കൈൻഡ് ഓഫ് പെർഫോമൻസ് ഇവർക്ക് 2 പേർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഫൈനലി കാശ് കിട്ടുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് IAക്ക് കുറച്ചും കൂടെ കുറവായിരിക്കും വരുന്നത്, സ്റ്റാൻഡേർഡിന് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സെയിം ആണെങ്കിൽ ഇത് വരുമ്പോൾ AWSന് അത് ഒരു നഷ്ടം എന്നുള്ളത് നമുക്ക് തോന്നും അല്ലേ. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് കുറച്ചും കൂടെ ഒരു ഫീച്ചേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. S3 കുറച്ചും കൂടെ പോപ്പുലർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടെ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങത്തുള്ളൂ അല്ലേ. ആളുകൾക്ക് ഇങ്ങനത്തെ ഡാറ്റ ഉണ്ടാവും. അപ്പം ആ ഡാറ്റ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെർഫോമൻസും കിട്ടണം, എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞും കിട്ടണം. ഇങ്ങനെയുള്ള ഫീച്ചർ ഈ പറഞ്ഞിരിക്കുന്ന S3ക്ക് ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് ആളുകൾ ഇതിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് കുറച്ചും കൂടെ കോസ്റ്റ് കുറച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ സ്റ്റാൻഡേർഡ് IAയുടെ കേസിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്കത് കോസ്റ്റ് കുറവാണെങ്കിൽ കൂടി നമുക്ക് സെയിം പെർഫോമൻസ് കിട്ടും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് IAയുടെ കേസിൽ നോക്കാനുണ്ട്. അതായത് ഇത് സ്റ്റോറേജ് ചെയ്യാനുള്ള പ്രൈസ് ഇവർക്ക് 2 പേർക്കും സെയിം ആണ്, അല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവന് കുറവാണ്, പക്ഷെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാനുള്ള കേസ്. അതായത് S3 പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പല ചാർജസ് ഉണ്ട്. സ്റ്റോറേജ് ചെയ്യാൻ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങോട്ട് റൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ അല്ലേ, ആക്സസ് ഫീ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സാധനം. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യാനുള്ള, അതായത് നമ്മൾക്ക് ഗെറ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ അതായത് എടുക്കുകയാണ്, ഗെറ്റ് എന്ന് പറയുന്നത് S3ക്കകത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള, അതായത് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രൈസ് എന്ന് പറയുന്നതിനകത്തും ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഈ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് ഗെറ്റ് ചെയ്യാനുള്ള, അതായത് റീഡ് ചെയ്യാനുള്ള പ്രൈസാണ്. ഇതേപോലെ തന്നെ ഡിഫറൻസ് നമുക്ക് റൈറ്റ് ചെയ്യാനും ഡിഫറൻസ് വരും. ആ ഒരു പ്രൈസിലിരിക്കുന്ന ആ ഡിഫറൻസ് നമുക്ക് AWSൻ്റെ പേജ് എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇവൻ വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ പ്രൈസ് ഇട്ടിട്ടാണ് ഈ പറയുന്നത്. അപ്പം ഇവൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിലിരിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ നമുക്ക് റിക്വസ്റ്റ് ഫീ വളരെ കുറവായിരുന്നെങ്കിൽ സ്റ്റാൻഡേർഡ് IAയുടെ കേസിൽ റിക്വസ്റ്റ് ഫീ നമുക്ക് വളരെ കൂടുതലാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എല്ലായ്പ്പോഴും ഡെസിമൽ വരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ് ആയിപ്പോവും. ഇവിടെ നമ്മളുടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഇതേ ഉള്ളൂ, ഇവിടെ 3 എണ്ണം ഉണ്ട്. അതായത് ഇതാണ് കുറവ്,
എന്നുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം നല്ല വ്യത്യാസം ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്കുണ്ട്. ഇത് നമ്മളുടെ ആ ഡാറ്റയുടെ ആക്സസ് പാറ്റേണുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ജസ്റ്റിഫയബിൾ ആണ്. കാരണം അല്ലേ, നമ്മളിത് കൂടുതൽ കാലം കൂടുതൽ ആക്സസ് ചെയ്യാത്തൊരു ഡാറ്റയാണ്. അതിന് നമുക്ക് സ്വാഭാവികമായിട്ടും സ്റ്റോറേജ് പ്രൈസ് കുറവാണ്. ഇത് ആക്സസ് ചെയ്യാൻ പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ റിക്വസ്റ്റ് ഫീ കൂടുതലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഒരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്, നമ്മളിപ്പം ഒരു ഡാറ്റ നമ്മൾ സ്റ്റാൻഡേർഡ് ഐ എയിൽ എടുത്ത് വെച്ചു, സ്റ്റാൻഡേർഡിൽ എടുത്ത് വെക്കാതെ സ്റ്റാൻഡേർഡിൽ ഐ എയിൽ എടുത്ത് വെച്ചു. ആ എടുത്ത് വച്ചിട്ട് മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഐ എയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ലാഭമായിരിക്കും. അതല്ലാതെ നമ്മൾ കൂടുതൽ കൂടുതൽ തവണ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഈ സ്റ്റാൻഡേർഡ് ഐ എയിൽ എടുത്ത് വെക്കുന്നതിനേക്കാളും സ്റ്റാൻഡേർഡിൽ എടുത്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് നമ്മൾ സ്റ്റാൻഡേർഡ് ഐ എയിലേക്ക് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പറഞ്ഞു തരാമായിരുന്നു അതെങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. പക്ഷേങ്കിൽ ഒരേ ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, റിക്വസ്റ്റ് ഫീ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഐ എക്ക് വളരെ കൂടുതലാണ്. ഇത് എടുത്ത് വെക്കുന്നത് കൊണ്ട്, സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലാഭമാണെങ്കിലും അതിനെ കൂടുതൽ കൂടുതൽ തവണ നമ്മൾ റീഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞിരിക്കുന്ന നഷ്ടത്തിലേക്ക് സംഭവിക്കും. അപ്പം ഡാറ്റ എടുത്ത് വെക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കില്ല അത്, സ്റ്റാൻഡേർഡിൽ എടുത്ത് വെക്കണോ സ്റ്റാൻഡേർഡ് ഐ എയിൽ എടുത്ത് വെക്കണോ എന്നുള്ളത്. അപ്പം ആ ഡേറ്റ കൂടുതൽ തവണ ആക്സസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റാൻഡേർഡ് ഐ എയിൽ എടുത്ത് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡീഷണൽ ഫീസ് കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് സ്റ്റാൻഡേർഡ് എടുത്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ കാശ് ചില ഘട്ടങ്ങളിൽ ആക്സസ് കൂടുതലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഐ എയിൽ നമുക്ക് വരും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടിരിക്കുന്ന പോയിന്റ്. ഓക്കെ, ഇനിയിപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് അഡീഷണൽ ആയിട്ട്, അതായത് സ്റ്റാൻഡേർഡിന് അഡീഷണൽ ആയിട്ട് നമുക്ക് പൈസയൊന്നുമില്ല, പക്ഷെങ്കിൽ ഇവന് കുറച്ച് അഡീഷണൽ ഫീസും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് റിട്രീവൽ ഫീ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ 1 GB ഡാറ്റ റിട്രീവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫീ കൂടാതെ അഡീഷണൽ ആയിട്ട് നമ്മൾ റിട്രീവൽ ഫീ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധനം കൂടി കൊടുക്കണം. അന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം 1000 റിക്വസ്റ്റുകൾക്കാണ്. 1000 ടൈം നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും കൊടുക്കണം എന്നാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നത് ആ റിക്വസ്റ്റിൻ്റെ കൗണ്ടിനനുസരിച്ചിട്ടല്ല, ഇവിടെ ഇരിക്കുന്നത് ആ സൈസിനനുസരിച്ചിട്ടാണ്. അതായത് 1 GB ഡാറ്റ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കണം എന്നായിരിക്കും അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഈ വാല്യൂ ഒറിജിനൽ വാല്യൂ അല്ല, അതൊരു സാമ്പിൾ വാല്യൂ ആണ്. അത് റീജിയനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരിക്കലും വാല്യൂ റെഫർ ചെയ്യരുത്. വാല്യൂ നിങ്ങൾ ഒറിജിനൽ ഇരിക്കുന്ന AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ ഇതാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ഫീ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇത് കൂടാതെ കുറേ കൂടി റെസ്ട്രിക്ഷൻസ് സ്റ്റാൻഡേർഡ് ഐ എക്ക് ഉണ്ട്. അതെന്ന് പറയുന്നത്, നമ്മളൊരു ഡാറ്റ നമ്മൾ സ്റ്റാൻഡേർഡിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കി, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ഇന്ന് നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, വേണമെന്നുണ്ടെങ്കിൽ നാളെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ എത്ര ദിവസം വെച്ചു എന്നുള്ളതിന് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ കാശ് കൊടുത്താൽ മതി. 5 days ആണ് വെക്കുന്നതെങ്കിൽ നമ്മൾ 5 days കാശ് കൊടുത്താൽ മതി. പക്ഷേങ്കിൽ സ്റ്റാൻഡേർഡ് ഐ എയുടെ കേസിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം സ്റ്റോറേജ് ഡ്യൂറേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ 5 ദിവസം ആണ് സ്റ്റാൻഡേർഡ് ഐ എക്കകത്ത് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത് എങ്കിലും നിങ്ങൾ 30 ദിവസത്തിൻ്റെ, അതായത് മിനിമം നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ ഉണ്ടാകുന്ന മിനിമം ചാർജ് ഉണ്ടല്ലോ അല്ലേ, അതേപോലെ ഒരു മിനിമം ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് 30 ദിവസം ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ എടുത്ത് വെക്കാനുള്ള കാശ് നിങ്ങൾ കൊടുക്കേണ്ടി വരും, 5 ദിവസം കൊണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി. ഇനിയിപ്പം ഒരു റെസ്ട്രിക്ഷനും കൂടി ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സൈസ് ആണ്. അതായത് മിനിമം സ്റ്റോറേജ് സൈസ് 128 KB ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മളിപ്പം 1 KB ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിലും സ്റ്റോറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര GB ഡാറ്റ സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് അല്ലേ. ഇവിടെ പറയുന്നത് പെർ GB ആണ്. അപ്പം ഇവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര GB ഡാറ്റ ഒരു മന്തിൽ, GB പെർ മന്ത് ആണല്ലോ അല്ലെ, GB മന്ത് ആണല്ലോ. അപ്പം എത്ര GB ഡാറ്റ നിങ്ങൾ ഒരു മന്തിൽ എടുത്തു വെച്ചു എന്നുള്ള ഒരു കാൽക്കുലേഷൻ വേണ്ടി വരും അല്ലേ. അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 1 KBയേ ഉള്ളൂ എങ്കിലും മിനിമം ഇവൻ 128 KB എടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 1 KB
ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അവൻ 2 KB, അതായത് സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ എക്സാക്ട്ലി എത്രയാണോ നിങ്ങളുടെ സൈസ് ഇരിക്കുന്നത് അത്രയേ എടുക്കത്തുള്ളൂ. അതായത് 1 KB 1 KB ഉള്ള 2 ഫയലാണ് ഉള്ളതെങ്കിൽ 2 KB മാത്രമേ ഈ സ്റ്റോറേജിൻ്റെ പൈസ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് അവൻ മിനിമം 128 ക്യാപ്പിലോട്ട് അവൻ മാറ്റിയെടുക്കും. അതായത് 1 KB ഉള്ള ഫയലിനെ അവൻ 128 KB ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 KB ഉള്ള ഫയലിന് നമ്മൾ 256 KB, അതായത് 128 KB പ്ലസ് 128 KBയുടെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഐയുടെ കേസിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്, ഈ സ്റ്റാൻഡേർഡ് ഐയുടെ അകത്ത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഡേറ്റ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലാഭം കിട്ടുമോ എന്നുള്ളത് ആ ഡേറ്റയുടെ ആക്സസ് പാറ്റേണും ആ ഡേറ്റയുടെ സൈസും നിങ്ങൾ എത്രത്തോളം കാലം എടുത്തു വെക്കുന്നു എന്നുള്ളതും ഇതിനെല്ലാം ഒരു ഫാക്ടർ അല്ലെങ്കിൽ അതിനെല്ലാം കൺസേൺ ചെയ്തിട്ടായിരിക്കും ആ സാധനം വരുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ സ്റ്റാൻഡേർഡ് ഐക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, നമ്മളുടെ കയ്യിൽ 1000 ഫയലുകളുണ്ട്. ഈ 1000 ഫയലുകളും കൂടി ചേർന്നിട്ട് 100 GB ഡാറ്റ നമ്മൾ S3, 1000 ഫയലുകൾക്കും കൂടിയാണ് 100 GB എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1000 ഫയൽ 100 GB സൈസുള്ള സാധനം നമ്മൾ സ്റ്റാൻഡേർഡിലാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ നമുക്ക് എത്ര സ്റ്റോറേജ് കോസ്റ്റ് വരും ഒരു മാസത്തേക്ക്? ഒരു മാസത്തേക്ക് 100, അതായത് 100 GB ഇൻറ്റു അതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് 0.025 എന്ന് പറയുന്നത് ഏപ്രിൽ മുംബൈ റീജിയനിൽ ഇരിക്കുന്ന S3യുടെ സ്റ്റോറേജ് കോസ്റ്റാണ്. അത് ഓരോരോ റീജിയനിലും വ്യത്യാസമായിരിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ നിങ്ങൾ ഏത് റീജിയനിലാണോ നിങ്ങളുടെ ഡാറ്റ എടുത്ത് വെക്കുന്നത് അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന $2.5 ഒരു മാസം ഇത്രയും ഫയൽ എടുത്ത് വെക്കാൻ വരും അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഐയുടെ കേസ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ആ പ്രൈസ് ഉണ്ടല്ലോ അല്ലേ, സ്റ്റോറേജിൻ്റെ പ്രൈസ് അതിവിടെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് $1.38 കൊടുത്താൽ മതി, അത് ലാഭമാണ് അല്ലേ. $2.5 കൊടുക്കുന്നതിന് പകരം നമുക്ക് $1.38 കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ആക്സസും കൂടി നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സ്റ്റോർ ചെയ്ത ഡാറ്റ എത്രത്തോളം തവണ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇതേപോലെ റൈറ്റ് ചെയ്യുന്നതിനും വേറെ ചാർജസ് വരും. നമ്മളിപ്പം ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് റീഡ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ നമ്മൾ ഒരു തവണ ആണ് റീഡ് ചെയ്യുന്നത് എങ്കിൽ റിക്വസ്റ്റ് ഫീ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഇത്രയാണ്, 0.004. വളരെ ചെറിയൊരു പൈസയാണ്. സ്റ്റോറേജിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറഞ്ഞ പൈസയാണ്. ഇതെന്ന് പറയുന്നത് 1000 ഫയലുകൾക്കാണ്. 1000 തവണ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കാശ് കൊടുക്കണം എന്നാണ് AWS ഡിഫൈൻ ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ 1000 നമ്മൾ ചൂസ് ചെയ്തത് ഇവിടെ 1 യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. 1000 എല്ലാ 1000 ഫയൽസും ഒരു തവണ ആക്സസ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 1 ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ 1000 ഫയലുകളും നിങ്ങൾ ഒരു തവണയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ റിക്വസ്റ്റ് ഫീ ആയിട്ട് നിങ്ങൾ 0.0004 കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് 2.5004 ആവും അല്ലേ. ഈ രണ്ടെണ്ണം കൂടി സ്റ്റോറേജിൻ്റെയും റിക്വസ്റ്റ് ഫീയുടെയും കൂടിയിട്ട് ഇത്രയും പൈസയാവും. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഐയുടെ കേസിൽ നമ്മൾ ഒരു തവണ ആക്സസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു തവണ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫീ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. ഇത് 0.004 ആണെങ്കിൽ ഇത് പോയിന്റ് 0.01 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പൈസ നമ്മൾ റിക്വസ്റ്റ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും 1000 ഫയൽസിന് വേണ്ടിയിട്ട്. അത് കൂടാതെ നമ്മൾ 100 GB ഡാറ്റ നമ്മൾ റിട്രീവ് ചെയ്തിട്ടുണ്ട്. ഓരോരോ GBക്കും നമ്മൾ 0.01 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അഡീഷണൽ പൈസ, അത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. സ്റ്റാൻഡേർഡ് ഐയുടെ കേസിൽ മാത്രമാണ് അത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ $1 നമ്മൾ റിട്രീവലിന് കൊടുക്കേണ്ടി വരും. ഓരോരോ GBക്കും ഇത്ര പൈസ. നമ്മൾ 100 GB ആണ് എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 100 × 0.01 $1 റിട്രീവൽ ഫീ. എത്രത്തോളം നിങ്ങൾ ഡാറ്റ റിട്രീവ് ചെയ്തു അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ 1000 ഫയൽസ് 100 GBയും റിട്രീവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് $1 വന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എന്ത് വരും? സ്റ്റോറേജിൻ്റെ പൈസ, റിക്വസ്റ്റ് ഫീയുടെ പൈസ, റിട്രീവലിൻ്റെ പൈസ, ഇവന്മാരെ 3 പേരെയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ $2.381 നമ്മൾ കൊടുക്കേണ്ടി വരും. സ്റ്റിൽ നമുക്ക് ലാഭമാണ്. ഇങ്ങനെ ഒരു തവണയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഐയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ്. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഒരു തവണയൊക്കെ ഇത് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ 100 GBക്ക് പകരം 50 GB എടുത്ത് വെച്ചിട്ടുള്ളൂ എങ്കിൽ ഇവിടെ 1ന് പകരം 0.5 വരത്തുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസുകളെല്ലാം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ടോട്ടൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്യുവർലി നിങ്ങളുടെ ഡാറ്റയുടെ ആക്സസ് അതിനേക്ക് അനുസരിച്ചിട്ടായിരിക്കും വരിക. പക്ഷേ
അല്ലെങ്കിൽ ഇത്രയും കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് വരിക എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. അപ്പോൾ ഈ കേസ് നോക്കുമ്പോഴും സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഐഎൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാശ് ലാഭിക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു പോയിന്റിലോട്ട് നമുക്ക് എത്താൻ പറ്റും അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് 2 ആക്സസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. 2 ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 0.0.04 വരും. അങ്ങനെയാണെങ്കിൽ 0.0.08 വരും. ഒരു 0 എന്നോട് മിസ് ചെയ്ത് പോയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി കൊടുക്കുന്ന ഇവിടെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരത്തുള്ളൂ അല്ലേ? അതായത് 2 നേരത്തെ നമ്മൾ 1 കൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ടോട്ടലി നമുക്ക് വരുന്നത് 2.500. അതായത് 2 തവണ ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു പൈസയെ നമുക്ക് കൂടുതൽ വരുന്നുള്ളൂ അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഫീ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വളരെ കുറവാണ്. റിക്വസ്റ്റ് ഫീ മാത്രമേ ഇവനുള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ 2 തവണ ആക്സസ് ചെയ്താൽ സ്റ്റാൻഡേർഡ് ഐയുടെ കേസിൽ എന്ത് സംഭവിക്കും? റിക്വസ്റ്റ് ഫീ കുറച്ചും കൂടെ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വരും. അത് കൂടാതെ ഭയങ്കരമായൊരു ഡിഫറൻസ് നമ്മൾ 100 GB ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പം 2 തവണ ആക്സസ് ചെയ്യുന്നുണ്ട്. 100 GB, 100 GB. അങ്ങനെ 2 തവണ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 200 GB ഡാറ്റ ആക്സസ് ചെയ്യും. ഓരോരോ ജിബിക്കും ഇത്രയും പൈസ കൊടുക്കണം. അങ്ങനെയാണ് $2 കൊടുക്കേണ്ടി വരും. ഇവന്മാരെല്ലാവരും കൂടെ കൂടുമ്പം ഇത്രയും പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ 3 ആക്സസ്, 4 ആക്സസ് അങ്ങനെ ആക്സസുകളുടെ എണ്ണം കൂടിക്കൂടുന്നതിനനുസരിച്ചിട്ട് ഇവൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കും. അപ്പം സ്റ്റോറേജ് ചെയ്യാൻ നമുക്ക് ഏകദേശം പകുതി പൈസ കൊടുത്താൽ മതിയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ആക്സസും റിട്രീവൽ ഫീയും ഇവന്മാരെല്ലാം വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് സ്റ്റാൻഡേർഡ് ഐയെ നഷ്ടമായിരിക്കും വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോറേജ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവന് ആക്സസ് വളരെ അപൂർവമായിട്ട്, അതായത് 3 മാസത്തിലൊരിക്കലൊക്കെ ആക്സസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഐക്കകത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അവിടെ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നത്. പ്യുവർ കാൽക്കുലേഷൻ ആണ്. ഒരേ ഒരു ഡിഫറൻസ് ഈ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റ് ഫീക്കകത്തും റിക്വസ്റ്റ് ഫീക്കകത്ത് ഡിഫറൻസ് ഉണ്ട്, കൂടുതലുണ്ട്. റിട്രീവൽ ഫീ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ചാർജ് വരുന്നുണ്ട്. ഇവന്മാരെല്ലാം പിക്ചറിലോട്ട് വരുന്നത് എപ്പോഴാണ്? ഇവനെ ആക്സസ് ചെയ്യുമ്പോഴാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആക്സസുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്റ്റാൻഡേർഡ് ഐയുടെ പൈസ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻഫ്രീക്വൻറ്റ്, അതായത് ഒരുപാട് തവണ ആക്സസ് ചെയ്യാത്ത ഡാറ്റ മാത്രം സ്റ്റാൻഡേർഡ് ഐയിൽ എടുത്ത് വെക്കാൻ AWS റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ഐയുടെ ഒരു സ്റ്റോറേജിൻ്റെ അകത്ത് വരുന്ന ഡിഫറൻസ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ മറ്റേ മിനിമം ഡ്യൂറേഷൻ അല്ലെങ്കിൽ സൈസ് എന്ന് പറയുന്ന സാധനം അല്ലേ? 1 KB സൈസ് എന്ന് പറയുന്ന സാധനം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ കയ്യിലിരിക്കുന്നത് 1 KB ഫയൽസ്, അതായത് 1000 1 KB ഫയൽസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 1000 1 KB ഫയൽസിനെ നമ്മൾ സ്റ്റാൻഡേർഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇവൻ്റെ സ്റ്റോറേജ് എത്രത്തോളം ഡാറ്റ നിങ്ങൾ എടുത്ത് വെച്ചു എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 1000 × 1 KB ആയിരിക്കും. അതായത് എത്രയാണോ ആ ഫയലിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസ് അതിനെ ആ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടിരിക്കുന്ന ഒരു വാല്യൂ തന്നെയായിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും GB ആയിരിക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ GBക്ക് ഉള്ള പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇനിയിപ്പം ഇതേ കേസിൽ, അതായത് 1 KB ഇരിക്കുന്ന 1000 ഫയലുകളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഐയിൽ എടുത്ത് വെക്കുന്നതെങ്കിൽ അവൻ ഇവിടെ കണ്ടില്ലല്ലേ, ഇവിടെ ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ സൈസാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ഐയുടെ കാൽക്കുലേഷൻ AWS S3 ചെയ്യുന്ന സമയത്ത് അവൻ 128, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 128 KBയുടെ ആ ഒരു ക്യാപ്പ് ഉള്ളത് കാരണം ഓരോരോ 1 KB ഫയലിനെയും അവൻ 128 KB ഫയലായിട്ട് എടുക്കും. 129 ആണെങ്കിൽ ആ വാല്യൂ എക്സാക്ട്ലി അതേപോലെ തന്നെ യൂസ് ചെയ്യുക. അതായത് 1 മുതൽ 127 വരെ ഇരിക്കുന്ന വാല്യൂ ആണെങ്കിൽ അതിന് അവൻ 128 ആയിട്ടേ എടുക്കത്തുള്ളൂ, 128 KB ആയിട്ടേ എടുക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഇത്രയേ ഉള്ളൂ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പം 0.1221 GB എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് എത്തി. അപ്പം ഈ വാല്യൂ വെച്ചിട്ടായിരിക്കും ഇനി അവൻ്റെ സ്റ്റോറേജിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ അവൻ 1 GBക്കുള്ള പ്രൈസ് ഇവിടെ കുറവാണെങ്കിൽ കൂടി ഡാറ്റയിലിരിക്കുന്ന ഇൻക്രീസ് കാരണം ഫൈനൽ വന്ന എമൗണ്ട് നമുക്ക് വളരെ കൂടുതലായി വന്നു അല്ലേ? ഇവിടെ വളരെ ചെറിയൊരു സൈസേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എക്സാക്ട്ലി ആ വാല്യൂ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇവിടെ ക്യാപ്പ് വന്ന സമയത്ത് അവൻ അത് വെച്ചിട്ടുള്ള സ്റ്റോറേജ് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഈവൻ ദോ സ്റ്റാൻഡേർഡ് ഐയുടെ സ്റ്റോറേജ് കോസ്റ്റ് കുറവാണെങ്കിൽ കൂടിയും ടോട്ടൽ ഡാറ്റ സൈസ് കൂടിയ കാരണം നമുക്ക് ഫൈനലി സ്റ്റാൻഡേർഡ് ഐക്ക് കൂടുതൽ കാശ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഐക്കകത്ത് എടുത്ത് വെക്കുന്ന
വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 KB അല്ലെങ്കിൽ 128 KBയിൽ കുറവുള്ള ഡാറ്റയാണ് ഉള്ളതെങ്കിൽ ഒരു വഴി എന്ന് പറയുന്നത് അതിനെ കമ്പൈൻ ചെയ്തിട്ട് വലിയൊരു ലാർജ് സൈസിൽ ഇരിക്കുന്ന ഒരു ഫയലാക്കി എടുത്തു വെക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത്. ഇങ്ങനെ 128 KBയിൽ ഇരിക്കുന്ന കുറവുള്ള ഫയലുകളെ സ്റ്റാൻഡേർഡ് IAക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമുക്കതൊരു നഷ്ടം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മറ്റേ മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്ന കാര്യവും വരുന്നത്. അതായത് നമ്മളിപ്പം ഒരു ഫയൽ നമ്മൾ ഒബ്ജക്റ്റ് 1 GB ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തു, എന്നിട്ട് 5 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 5 ഡേയ്സിന് വേണ്ടിയിട്ടിരിക്കുന്ന പ്രൈസ് മാത്രമേ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഇവൻ്റെ കേസ് വരുന്ന സമയത്ത് അവൻ എൻറ്റയർ മന്തിനുള്ള സാധനം, അതായത് 5 ഡേയ്സ് ആണെങ്കിൽ കൂടി എൻറ്റയർ മന്തിനിരിക്കുന്ന സാധനം അവൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് IAയുടെ കേസ് നമുക്ക് നഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റ് സ്റ്റാൻഡേർഡ് IAയിലേക്ക് എടുത്തു വെക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന എത്ര കാലം നമുക്ക് ആ ഫയല് ഈ പറഞ്ഞിരിക്കുന്ന S3-ക്കകത്ത് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഫാക്ടർ കൂടി കണക്കാക്കണം. അത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 30 ഡേയിൽ കുറവാണെങ്കിൽ അൾട്ടിമേറ്റ്ലി ചിലപ്പോൾ നമുക്ക് ഈ കാൽക്കുലേഷനൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് IAയിലേക്കാട്ടും എടുത്തു വെക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ലാഭം ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡിൽ എടുത്തു വെക്കുന്നതായിരിക്കും. അപ്പം ഈ 3 ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ഈ 3 ഫാക്ടേഴ്സും നിങ്ങളുടെ ഡാറ്റയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം സ്റ്റാൻഡേർഡിൽ എടുത്തു വെക്കണോ സ്റ്റാൻഡേർഡ് IAയിൽ എടുത്തു വെക്കണോ ഏതിലെടുത്ത് വെച്ചാലാണ് നമുക്ക് ലാഭം എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. സ്റ്റാൻഡേർഡിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് IAയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് സെയിം കൈൻഡ് ഓഫ് പെർഫോമൻസ് കിട്ടും, മില്ലി സെക്കൻഡ് പെർഫോമൻസ് കിട്ടും, ഡ്യൂറബിലിറ്റി കിട്ടും. അവൈലബിലിറ്റിയുടെ കേസിൽ മാത്രമാണ് നമുക്ക് കുറച്ച് കുറവുള്ളത്. 99.99 ആണ് സ്റ്റാൻഡേർഡിൻ്റെ അവൈലബിലിറ്റി എങ്കിൽ 99.95 എങ്ങാനുമാണ് സ്റ്റാൻഡേർഡ് IAയുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു സാധനം റീഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടാനുള്ള പോസിബിലിറ്റിയാണ്. അപ്പം നിങ്ങൾ സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ 99.99% നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് IAയുടെ കേസിൽ 99.95% ആയിരിക്കും. അതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഹാർഡ്വെയർ ഒക്കെ സെയിം ആണെങ്കിലും ഹാർഡ്വെയർ കൊണ്ട് മാത്രമൊന്നുമല്ല S3 ഈ പറഞ്ഞിരിക്കുന്ന 99.99 പോലെയുള്ള ഹൈ ആയിട്ടിരിക്കുന്ന അവൈലബിലിറ്റി റേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെയും കുറേ കാര്യങ്ങൾ, അതായത് ഇവനെല്ലാം മോണിറ്റർ ചെയ്യുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്റ്റാൻഡേർഡ് IA നമുക്ക് അത്രയും ഹൈ അല്ലെങ്കിൽ S3 നമുക്ക് അത്രയും ഹൈ ആയിട്ടിരിക്കുന്ന അവൈലബിലിറ്റി കുറയുന്നത്. അപ്പം ആ മോണിറ്ററിങ് സാധനങ്ങൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റയ്ക്കകത്തിരിക്കുന്ന ഒപ്റ്റിമൈസേഷൻ കുറച്ച് കുറവാണ് സ്റ്റാൻഡേർഡ് IAയിൽ ചെയ്യുന്നത്. അവരതിൻ്റെ കോസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് IAയുടെ കേസിൽ കുറച്ചൊരു അവൈലബിലിറ്റി കുറയുന്നത്. അത് സ്റ്റിൽ നമ്മളുടെ ആ ഡാറ്റയുടെ സ്വഭാവം നോക്കുന്ന സമയത്ത്, അതായത് ഒരു മാസത്തിൽ നമ്മൾ വളരെ ഫ്രീക്വൻ്റ്ലി അത് യൂസ് ചെയ്യുന്നില്ല, അപ്പം നോക്കുന്ന സമയത്ത് അവൈലബിലിറ്റി ഒന്ന് കുറവാണെങ്കിലും കുറച്ച് കുറവാണെങ്കിലും അത് ഓക്കെയാണ്. ആ ഡാറ്റയുടെ ആക്സസ് പാറ്റേൺ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഓക്കെയാണ് എന്ന് പറയുന്നൊരു പോയിന്റിലോട്ട് നമുക്ക് എത്താവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് ഇവൻ്റെ ഇതിലേക്ക് പോവാം. ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബക്കറ്റ് ഇരിക്കുന്നു, ജനറൽ പർപ്പസ് ബക്കറ്റാണ്, കൺഫ്യൂഷൻ ആവരുത്. ഡയറക്ടറി ബക്കറ്റ് അല്ല, ജനറൽ പർപ്പസ് ബക്കറ്റിലാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് IA ഇരിക്കുന്നത്. സ്റ്റാൻഡേർഡ് പോലെ തന്നെ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ക്ലാസിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് IA എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ട് അടിയിൽ പോയിട്ട് സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് IAയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അവിടെ എല്ലാ മിനിമം സ്റ്റോറേജ് ഡ്യൂറേഷനും മിനിമം ബില്ലബിൾ സൈസും എല്ലാം ഇവിടെ അവൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ വൺസ് ഓൺ IAയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടേക്കൊന്ന് മാറ്റിയാൽ മതി. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, മറന്നു പോകരുത്. ഇങ്ങനെ നിങ്ങൾ ഇവിടെ ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആ ഡേറ്റ നിങ്ങളുടെ S3-ക്കകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീ ടയറിൽ ഇൻക്ലൂഡഡ് അല്ല. നിങ്ങൾക്ക് അത് അഡീഷണൽ ആയിട്ടുള്ള പൈസ വരാനുള്ള, ചാർജ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് AWSൻ്റെ ചാർജ് ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ അക്കൗണ്ടിൻ്റെ ചാർജ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രീ ടയറിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പൈസയൊന്നും കൊടുക്കേണ്ടി വരില്ല. പക്ഷെങ്കിൽ ഫ്രീ ടയറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് സ്റ്റാൻഡേർഡിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൽ എടുത്തു വച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകൾ മാത്രമാണ്. 5 GB നമുക്ക് എടുത്തു വെക്കാം, അത് സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ബാക്കി ഏതിലെടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാശ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്.
അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സേവ് ചേഞ്ചസ് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. ഇത് എല്ലാത്തിൻ്റെ കേസാണ്. നമ്മൾ എക്സ്പ്രസ് വൺ സോൺ ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിലും നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ടയറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും നമുക്ക് കാശ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് പ്രൈസിങ്ങിൻ്റെ പേജും കൂടി ഒന്ന് നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ പല തവണയായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരുന്നു. നമ്മൾ മുംബൈ റീജിയനിലോട്ട് മാറ്റുന്നു. ഏഷ്യ പസഫിക്കിൻ്റെ അകത്തിരിക്കുന്ന മുംബൈ റീജിയൻ. ഓക്കെ. മുംബൈ റീജിയൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡിൻ്റെ പ്രൈസ് ഇവിടെ ഉണ്ട്. അത് അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയി ഇൻഫ്രീക്വൻറ്റ് ആക്സസ് ഇവിടെയുണ്ട്. അതായത് പൈസ കുറവാണ്. നമ്മൾ നേരത്തെ സാധനമാണ്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പക്ഷേങ്കിൽ റിക്വസ്റ്റ് റിട്രീവലിൻ്റെ കേസിലാണ് നമുക്കത് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നത്. ഈവൻ പുട്ട് അതായത് റൈറ്റ് ചെയ്യാനുള്ള പ്രൈസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1000 റിക്വസ്റ്റിനാണ്. അതായത് റീഡ് ചെയ്യാനുള്ള പ്രൈസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈഫ് സൈക്കിളിൻ്റെ സാധനമുണ്ട്. നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡാറ്റ റിട്രീവലിൻ്റെ പൈസ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിട്രീവൽ ഫീ, അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പെർ GB ഡാറ്റ വരുന്നത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ ഇവനൊന്നും ഇല്ല. സ്റ്റാൻഡേർഡിന് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് എന്നെ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻഫ്രീക്വറ്റിൻ്റെ അകത്തുള്ള പൈസ നമുക്കിവിടെ കാണാൻ പറ്റും. കുറച്ച് കൂടുതലാണ്. എല്ലാത്തിൻ്റെ കേസിലും കുറച്ച് കൂടുതലാണ്. അതുകൂടാതെ അഡീഷണൽ ഈ പറഞ്ഞിരിക്കുന്ന പൈസ കൂടെ വരും. അതേപോലെ തന്നെയാണ് സ്റ്റാൻഡേർഡ് വൺ സോൺ ഇൻഫ്രീക്വറ്റിൻ്റെ കേസിലുമുള്ള പ്രൈസ് ഇവിടെ അവൻ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു റീജിയനിൽ ഇവൻ്റെയൊക്കെ പൈസ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജിലൊന്ന് വന്ന് നോക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ CLI വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് IAയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഈ പറഞ്ഞിരിക്കുന്ന ഐഫൺ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് IA എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വാല്യൂ കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സാധനം അങ്ങോട്ടായിരിക്കും പോകുന്നത്. സ്റ്റാൻഡേർഡ് IAയിലോട്ട് ഡയറക്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഒരു സാധനം കൂടെ ക്വിക്കായിട്ട് വളരെ ക്വിക്കായിട്ടൊന്ന് പോയി പോവാം. വൺ സോൺ IA എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്. ഇത് മെറ്റവൻ്റെ അതായത് വേറെ റൂളുകളെല്ലാം സ്റ്റാൻഡേർഡ് IAയുടെ പോലെയാണ് വരുന്നത്. ഒരേ ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ACയിലായിരിക്കും ഇവൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഒരു അവൈലബിലിറ്റി സോണിൽ മാത്രമേ ഈ ഡാറ്റ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ സ്റ്റാൻഡേർഡ് IAനെക്കാട്ടും കുറച്ചും കൂടെ കോസ്റ്റ് കുറവായിട്ടായിരിക്കും വൺ സോൺ IAക്ക് ഉണ്ടാവുക. കമ്പാരിറ്റീവ്ലി മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിൽ ഇല്ലാത്തത് കൊണ്ട് അവൻ്റെ അവൈലബിലിറ്റി കുറച്ചും കൂടെ കുറവായിരിക്കും. നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് IAയിൽ ഇത് അവൈലബിലിറ്റി സോണ് അടിച്ചു പോകുന്ന സമയത്ത് ഈ ഡാറ്റ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നോർമലി നോൺ ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന ഇൻഫ്രീക്വൻറ്റ് ഡാറ്റയ്ക്കാണ് രണ്ടും ഉപയോഗിക്കുന്നത്. സ്റ്റാൻഡേർഡ് IAയും വൺ സോൺ IAയും ഉപയോഗിക്കുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് IA എന്ന് പറയുന്നത് 3 സോണിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് പോലെ തന്നെ 3 അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ വൺ സോൺ എന്ന് പറയുന്നത് ഒരു സോണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സ്പ്രസ് വൺ സോണൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ വൺ സോണിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നോൺ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ആ അവൈലബിലിറ്റി സോണ് എന്തെങ്കിലും കാരണം കൊണ്ട് അടിച്ചു പോയാൽ നിങ്ങളുടെ ഡാറ്റ പോകും. അതുകൊണ്ടാണ് നോൺ ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന ഇൻഫ്രീക്വൻ്റ് ആയിട്ടിരിക്കുന്ന ഡാറ്റ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെ ഇവനെ മാറ്റാമെന്നുള്ളതൊക്കെ നേരത്തെ നോക്കിയിരുന്നു. അപ്പം ജസ്റ്റ് അവൻ്റെ ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ 2 സാധനങ്ങളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ കാൽക്കുലേഷനാണ് ഇമ്പോർട്ടൻ്റ്. സ്റ്റാൻഡേർഡ് IAയിലേക്ക് മാറണോ എന്നുള്ളത് നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല. പല ഫാക്ടേഴ്സിനെ നോക്കി നിങ്ങളുടെ ഡാറ്റയും കൂടെ നോക്കിയിട്ടായിരിക്കണം അത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ രണ്ടും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ നമുക്ക് നിർത്താൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.